ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കമലാമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഷ് എന്താ ആലോചിക്കുന്നത്? വേദ പറഞ്ഞതിനെ കുറിച്ചാണോ? അപ്പം മാഷ് അതെ, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് മാഷെ ചിന്തിക്കുന്നത് എന്ന് പറയും. ആ കുട്ടി പറഞ്ഞതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയിലുള്ള തെറ്റൊന്നും വിക്രം ചെയ്തിട്ടില്ലെങ്കിലോ എന്ന് പറയുകയാണേ. അപ്പം മാഷ് പറഞ്ഞുകൊണ്ട് അത് ആ കുട്ടി ശരിയായ രീതിയിലാണോ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുകയാണേ. ചിലപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ഒരു തോന്നലുകളായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. അപ്പോൾ കമല പറയും, ഏയ് അങ്ങനെയൊന്നുമല്ല, എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്, വേദ പറയുന്നത് ശരിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് സാധിച്ചു, ഇത്രയും കാലമായിട്ട് വിക്രമിനെ കൊണ്ട് മാലടിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, മാഷിനും സാധിച്ചിട്ടില്ല, പക്ഷെ ആ കുട്ടിക്ക് അത് സാധിച്ചില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ കുട്ടി വിക്രമിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൾക്കതിന് കഴിഞ്ഞത്. ഉറപ്പായിട്ടും വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ആ കുട്ടിക്ക് സാധിച്ചില്ലേ? അവൻ മലയ്ക്ക് പോയി വരുന്നതോട് കൂടിയിട്ട് അവൻ്റെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി പുതിയൊരാളായി മാറും എന്ന് മാഷോട് കമലാമ്മ പറയാണ് കേട്ടോ. അപ്പം മാഷുക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ മാഷ് പറയും, ഞാനും അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം അവനോടൊപ്പം മല ചവിട്ടാനായിട്ട് ഞാനും നീയും ഒപ്പം ഉണ്ടാവും എന്ന് മാഷ് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് ശ്രീജയോട് ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടന്നോ? ഞാൻ വിചാരിച്ചത് വേദ അപ്പം പറഞ്ഞപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നുമല്ല തിന്നാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാശ് വാങ്ങാനായിട്ട് നാളെ ചെല്ലാനായിട്ട് ബാങ്കിൻ്റെ മാനേജർ എന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് സത്യമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കൊള്ളാലോ എന്ന് പറയാനേ. എന്തായാലും എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങണം, എന്നിട്ട് വേണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ മറ്റേ നമ്മുടെ വിശ്വം പറയുകയാണേ, എന്തായാലും നീ തുടങ്ങ്, എൻ്റെ പോലെ അല്ലല്ലോ, എന്താ വിശ്വേട്ടൻ്റെ പോലെ അല്ലല്ലോ എന്നൊക്കെ പറയണത്. അല്ല, എൻ്റെ ജാതകം ശരിയല്ല, ജാതകം ശരിയല്ലാത്ത ആൾ എന്ത് ചെയ്താലും ശരിയാവൂല, നീയാണല്ലോ തുടങ്ങുന്നത്, അതുകൊണ്ട് ഇത് വിജയിക്കും. അങ്ങനെയൊന്നും പറയരുത്, സ്വന്തം കഴിവിലുള്ള വിശ്വാസക്കുറവാണ് വിശ്വേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് പറയും. അതൊന്നുമല്ല, എൻ്റെ ജാതകം ശരിയില്ലാത്തതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ചെയ്ത ജോലിയിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നത്, എനിക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ശ്രീജ പറയും, അത് വിശ്വേട്ടനെ ചതിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതല്ലേ, പക്ഷെ എൻ്റെ നല്ല ജാതകമായിരുന്നുണ്ടെങ്കിൽ ആ ചതിൽപ്പെടാതെ രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞേനെ. എൻ്റെ ഇപ്പോൾ ജാതകത്തെക്കുറിച്ചൊക്കെ വലിയ ചിന്ത, എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണെ. അല്ല, ഞാനിന്നൊരു പണിക്കരെ പക്ഷിശാസ്ത്രജ്ഞനെ കണ്ട്. ശാസ്ത്രജ്ഞനോ? അവരൊക്കെ ശാസ്ത്രജ്ഞന്മാരെന്നാണോ പറയാം? അല്ല, പക്ഷിശാസ്ത്രം എന്നല്ലേ അതിനെ പറയാം. അത് അയാളെ കണ്ടു ഞാൻ എന്നറിയും കേട്ടോ. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അയാൾ പറഞ്ഞതേ, ഞാൻ 2-3 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അയാളെ കാണാൻ തന്നെ പറ്റിയത്, അത്ര തിരക്കാണ് എന്ന് പറയട്ടോ. ആണോ? ഗോകർണൻ എന്തോ ഒരു പേര് പറയട്ടോ. അപ്പം പേരൊക്കെ കൊള്ളാം, അടിപൊളി പേര് എന്ന് പറയും. അപ്പം അയാൾ പറഞ്ഞതേ, എൻ്റെ ഇപ്പോഴത്തെ കാലം മോശമാണെന്നാണ് പറഞ്ഞത്. മോശം? എന്ത് മോശം? അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്ത് തൊട്ടാലും ശരിയാവൂല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞേ, വിശ്വേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഇതൊക്കെ വെറും തട്ടിപ്പാണ്, വെറുതെ അവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ശ്രീജ വിശ്വനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂട്ടോ. വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം, ഞാൻ ഈ ബിസിനസ് തുടങ്ങുകയും ചെയ്യും, വിശ്വേട്ടൻ ഞാൻ ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്യും എന്ന് പറയാം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്യാടി, എനിക്ക് എന്നിട്ട് വേണം മോളെ ഇവിടെ കൊണ്ടു നിർത്താൻ ശ്രീജ പറയുകയാണേ. അതൊക്കെ നടക്കും എന്ന് വിശ്വം പറയാണ്. പിന്നെ കാണിക്കുന്നത് വേദ വിക്രത്തിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് കുറച്ച് ഡ്രസ്സൊക്കെയാണ് അയൺ ചെയ്തതാണെന്ന് പറയട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യമേ തന്നെ എൻ്റെ ഡ്രസ്സൊന്നും അയൺ ചെയ്യണ്ട, ആവശ്യത്തിനനുസരിച്ച് ഞാൻ തന്നെ അത് ചെയ്തോളാന്ന്. ഇത് ഞാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ ഒരു പീസിന് 20 രൂപ എന്നുള്ള രീതിയിൽ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തപ്പോൾ നിങ്ങളുടെയും കൂടെ ചെയ്തെന്നുള്ളൂ എന്ന് പറയട്ടോ. വേണമെങ്കിലേ ഇത് 20 രൂപ വെച്ച് 80 രൂപ എനിക്ക് തന്നോ എന്ന് പറയട്ടോ. ആണോ? അങ്ങനെയാണെങ്കിൽ ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ട്, നീ എടുത്തോന്ന് പറയും. അങ്ങനെ വിക്രത്തിൻ്റെ കീശയിൽ പോയിട്ട് 100 രൂപ എടുക്കുകയാണെങ്കിൽ 100 രൂപ എടുത്തിട്ടുണ്ട്, നാളെ 20 രൂപ ബാക്കി തരാട്ടാന്ന് പറഞ്ഞിട്ട്, ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. വേദ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കും, എന്താ കാര്യം ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഈ വിനായകേട്ടൻ്റെ കാര്യം എനിക്കറിയാമെന്ന് നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല, എന്താ പറയണോ എന്ന് ചോദിക്കും. വേണ്ട, അത് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നീ അത് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മുതലെടുക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. മുതലെടുക്കുന്നുണ്ടോ? എന്ത് മുതലെടുക്കുന്നുണ്ടെന്ന്? അതല്ല, നീ നന്ദിനി അടുത്തി എന്നോട് ഇന്നൊരു കാര്യം പറഞ്ഞു,
നീ വിനയേട്ടനെ പറ്റി മോശമായിട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് വിനയേട്ടൻ നന്ദിനിനെ തല്ലി ഈ ജോലി ചെയ്യിപ്പിച്ചതെന്നാണ് പറഞ്ഞതെന്ന് പറയും. അന്നേരം വേറെ ചോദിക്കുന്നുണ്ട്, എന്ത് ഈ വീടും അടിച്ചു കഴിച്ചതോ? ആ അത് തന്നെ. നീ എന്തായാലും അങ്ങനെ മോശപ്പെട്ട പേരൊന്നും പറയൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിരിക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ ഞാനത് എന്നെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. അത് പക്ഷേ ഞാനിത് അതൊന്നും വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിലേക്ക് ഒരാളിടിച്ച് കയറി വീടിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ മോശമാക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ദയവേത് നീ ഈ കാര്യം ഈ വീട്ടിൽ പറയരുത്. ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടോട് കൂടിയിട്ട് ഇവിടെ കുറച്ച് നല്ല അന്തരീക്ഷമൊക്കെയാണ്, വീട്ടുകാർക്കൊക്കെ കുറച്ച് സന്തോഷമുണ്ട്. ആ സന്തോഷം ഇല്ലാതാക്കരുതെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, മലയ്ക്ക് പോയി മാലയിട്ട് മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറുമല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മലയ്ക്ക് പോയി വരുമ്പോൾ ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ വാക്ക് തരണം. എന്നാൽ ഞാൻ അത് തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാനും മാറും. ഇപ്പോൾ വിളക്ക്, നെയ്ത്തിരി, ചന്ദനത്തിരി, അമ്പലം, സ്വാമി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഞാനുണ്ടല്ലോ. നിങ്ങൾ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകൻ, പൂഴിക്കടകൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറും. അപ്പോൾ നിങ്ങളും മാറും ഞാനും മാറും എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയാം, നീ എന്തൊക്കെയാണ് പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയട്ടോ. അതൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂല. എന്തായാലും ഇപ്പം ശരിക്കും ഗുഡ് നൈറ്റ്, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ വേദ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി വരികയാണ് കേട്ടോ. മുത്തശ്ശി വരുമ്പോൾ ഓടി വന്നിട്ട് വേദ കെട്ടിപ്പിടിക്കും. അപ്പോൾ പറയും, വേണ്ട, ഇപ്പോൾ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നിൻ്റെ സ്നേഹം. എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് എന്ന് നോക്കിട്ടോ. എനിക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് നിനക്കറിയാലോ, നിനക്കതിലൊന്ന് വീഡിയോ കോൾ ചെയ്തുകൂടെന്ന് ചോദിക്കും. അത് മുത്തശ്ശിക്ക് അവിടെ തിരക്കാണെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് പറയും. എന്ത് തിരക്ക്? അവിടെ ഒരു തിരക്കില്ല. അവിടെ കൊച്ചിനെ നോക്കാനൊക്കെ ഹോം നേഴ്സ് ഉണ്ട്, ഗംഗാധരനുണ്ട്, ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അപ്പോൾ മുത്തശ്ശിയുടെ റീൽസ് എടുത്തൊക്കെ നടന്നില്ലേ? എവിടെ നടക്കാൻ, എന്ത് നടക്കാൻ? ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൽ പോയി കാറിൽ കയറി നേരെ ഫ്ലാറ്റിലിറങ്ങി പിന്നെ മുകളിലെത്തി. അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വന്നു. എല്ലാവരുടെ ആരെ കാണാൻ, എന്ത് കാണാൻ, എല്ലാവർക്കും തിരക്കാണ്. അവിടെ ഉള്ള ഹോം നേഴ്സിന് വരെ തിരക്കാണ്. പുറത്ത് ബാൽക്കണി നിന്ന് നോക്കിയാൽ പുട്ടുകുറ്റി പോലെ കുറേ ബിൽഡിങ്ങുകൾ കാണാം, അത്രമാത്രം. അപ്പോൾ അയ്യോ മുത്തശ്ശി എനിക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുണ്ടില്ലേ? പിന്നെ അതൊക്കെ കൊണ്ടുവരാണ്ടിരിക്കുമോ? ആ വീട് കത്തിയ കാര്യം ഞാൻ അറിഞ്ഞു. അതെങ്ങനെയാ മോളെ? അതൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ വീടൊക്കെ പോയിട്ട് മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അകത്തേക്ക് വരുമ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ, ആഹാ നീ മാലയിട്ടോ, ഇതാണല്ലേ മോള് പറഞ്ഞത് ആമപ്പൂട്ട് വെച്ചിട്ടുണ്ടെന്ന് എന്ന് പറയട്ടോ. വേദ പറഞ്ഞിട്ടുണ്ടായി ഞാൻ വിക്രത്തിന് ഒരു ആമപ്പൂട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വിക്രം കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ, വേണ്ട ഞാൻ ആകെ തൊട്ട് അശുദ്ധിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ആൾക്കാരെ എന്ന് പറയട്ടോ. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് വിക്രം കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും വേദ വിക്രത്തിൻ്റെ പിന്നിൽ കൂടെ ഓടിയിട്ട് പറയുകയാണേ, അതെ ഇന്ന് തല്ലിയ ആൾക്കാരെ അന്വേഷിച്ച് പോകാനായിരുന്നെങ്കിൽ വേണ്ട കേട്ടോ, അതിന് മുതിരണ്ട എന്ന് പറയും. അപ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഒരു സ്വകാര്യം പറച്ചിൽ? അതല്ല, വൈകിട്ടേ അമ്പലത്തിൽ പോകണം, ഒരുമിച്ച് പോകണം എന്ന് പറയായിരുന്നു അച്ഛമ്മ എന്ന് പറയട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ വേദ ശരി അച്ഛമ്മ എന്ന് പറയും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട കേട്ടോ, ഇനി പൊക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാൻ കേട്ടോ വിക്രമിനെ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി അകത്തേക്ക് വരികയാണ് കേട്ടോ. മുത്തശ്ശിനെ കാണുമ്പോൾ തന്നെ നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ നന്ദിനി, വന്നോ റീൽസ് അമ്മച്ചി എന്ന് പറയും കേട്ടോ. എന്താടി നീ എന്നെ പറഞ്ഞത്? എന്തെന്ന് നീ പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, അയ്യേ ഞാനെന്ത് പറയാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു റീൽസ് അമ്മച്ചി എന്ന് പറഞ്ഞു കേട്ടോ. വേദ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോഴേക്ക് ചെവി പിടിച്ച് തീരുമാനം, ആടി ഞാൻ റീൽസ് അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തേടി എന്ന് ചോദിക്കാൻ കേട്ടോ. നമുക്ക് ദേഷ്യപ്പെടും, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മുത്തശ്ശി എന്ന് പറയും, ഒച്ചമ്മയെന്ന് പറയും കേട്ടോ. അങ്ങനെ വീണ്ടും നന്ദിനി എന്തൊക്കെയോ കുശുമ്പ് ഉന്നായ്മയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയുടെ ഒച്ചയും ബഹളമൊക്കെ അകത്തേക്ക് കേൾക്കുകയാണ് കേട്ടോ കമലാമ്മയും ശ്രീജി. അപ്പോൾ കമല പറയും, അമ്മയുടെ ഒച്ചയല്ലേ അത്? അതേ അമ്മയെന്ന് ശ്രീജിയും പറയും കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പിണങ്ങി പോകുമ്പോൾ, വാ എങ്ങോട്ടാണ് പിണങ്ങി പോകുന്നത്, നീ വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് വരാൻ കേട്ടോ. കമല ഓടി വന്നിട്ട് അച്ഛമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിന് പിന്നീട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മനിക്ക് കാപ്പി തരട്ടെ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ, എനിക്ക് കാപ്പിയൊക്കെ വേണം മോളെ,
പക്ഷെ നീ ഇടണ്ടെന്ന് പറയും. അപ്പോൾ നന്ദിനി പറയും വേദ ഇടുന്നതായിരിക്കും അച്ചമ്മയ്ക്ക് ഇഷ്ടം എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും അല്ല വേദയല്ല, നീ അച്ചമ്മയ്ക്ക് കാപ്പി ഇട്ട് തന്നാൽ മതി. കാപ്പി ഇട്ട് തരുന്നതും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എനിക്ക് കുഴമ്പിട്ട് തരുന്നതും എനിക്ക് വെള്ളം ചൂടാക്കി തരുന്നതും ഒക്കെ നീ തന്നെ ചെയ്താൽ മതി. എത്ര നാളത്തേക്ക്? ഞാനിവിടുന്ന് പോകുന്നത് വരയ്ക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി ആകെ പെട്ടു കേട്ടോ. എന്താ നിനക്ക് ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിക്കട്ടോ. ആ പറ്റും എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാപ്പി ഇടാൻ പോവുകയാണ്. എന്നിട്ട് കുറച്ച് നെയ്യപ്പവും മുറുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് വാങ്ങിയിട്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഹായ് അച്ഛമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു ഐഡിയ കിട്ടി. അത് ശ്രീചേട്ടത്തി ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകാം. ഈ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് പാക്കറ്റുകളാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഈ ഒരു അച്ഛമ്മരെ പലഹാരം കൂടി ആക്കിയാലോ? അതിനെന്താ, അച്ഛമ്മ റെഡിയാണെന്ന് പറയും. അപ്പോൾ കമല പറയും നമുക്കൊരാളെ വയ്ക്കാം. എന്തിനാണ് ആളെ വയ്ക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനല്ല നന്ദിനി എന്ന് പറയും കേട്ടോ, പണിയെടുക്കാനൊക്കെ ആയിട്ട്. എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുപണി മാത്രം എടുത്താൽ മതിയെന്ന്. അത് സാരമില്ല, വീട്ടുപണി എടുത്തിട്ട് ഒഴിവുള്ള സമയത്ത് ഞാൻ നിന്നെക്കൊണ്ട് ബാക്കിയുള്ള പണി എടുപ്പിച്ചോളാം എന്ന് പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.